ഹായ് മച്ചാരെ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചാരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സൈക്കിൾ നമ്മൾ ഫുള്ള് അയക്കണ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ എപ്പിസോഡ് 2 വരുന്നത് നമ്മൾ വണ്ടിക്ക് ഫുള്ള് പെയിൻ്റ് അടിക്കാനാണ് നമ്മൾ പോകാൻ പോണത്. അപ്പോൾ നമ്മളിപ്പോൾ വെള്ള പെയിൻ്റാണ് ആദ്യം നമ്മൾ ഫസ്റ്റ് കോട്ടാണ് നമ്മൾ അടിക്കാൻ പോണത്. അത് നമ്മൾ സ്പ്രേ പെയിൻ്റ് അല്ല, സ്പ്രേ പെയിൻ്റ് നമുക്ക് വൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താക്കി വൈറ്റ് പെയിൻറ്റ് നമ്മൾ ബ്രഷ് വെച്ചിട്ട് നമ്മൾ അടിക്കുകയാണ്. ആദ്യം ഫസ്റ്റ് ഒരു കോട്ട് നമ്മൾ അടിക്കുകയാണ് വൈറ്റ് പെയിൻറ്റിൽ. എന്നാലാണ് നമുക്ക് റെഡ് കളർ അടിച്ചാൽ കറക്റ്റ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ബ്ലാക്കിൽ മേലെ റെഡ് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ കളർ കറക്റ്റ് എടുത്ത് കാണൂല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വൈറ്റ് കളർ ആദ്യം നമ്മൾ അടിച്ചിട്ട് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ റെഡ് പെയിൻ്റ് അടിക്കാൻ പോണത്. ഇപ്പോൾ വെച്ചാൽ നമ്മളങ്ങനെ വൈറ്റ് പെയിൻറ്റ് നമ്മളങ്ങനെ അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ഫ്രണ്ടത്തെ ഭാഗം നമ്മൾ അടിച്ചില്ല, അത് ഓൾറെഡി നമ്മൾ ബ്ലാക്ക് അടിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വൈറ്റ് അടിക്കാത്തതാണ്. ഇപ്പുറത്തെ ഭാഗത്താണ്, ബാക്ക് വശത്താണ് നമുക്ക് റെഡ് കളർ അടിക്കാനുള്ളത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വൈറ്റ് കളർ അടിച്ചത്. അടുത്ത നമ്മൾ സൈക്കിളിൻ്റെ ഫോർക്കിലാണ് നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ വൈറ്റ് പെയിൻറ്റ് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ബ്ലാക്ക് പെയിൻറ്റ് നമുക്ക് അടിച്ച് നോക്കണം. അതിൽ ഫസ്റ്റ് നമ്മൾ അടിച്ചത് പെയിൻ്റ് ഒന്ന് മാറിപ്പോയി. അതിൽ ബ്ലാക്ക് പെയിൻറ്റ് നമുക്ക് ഇത് ഗ്ലോസിയാണ് വേണ്ടത്, നമുക്ക് അതിൽ മാറ്റാണ് കിട്ടിയത്. അപ്പോൾ പെയിൻറ്റ് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് കണ്ടത്. ജസ്റ്റ് അത് നമ്മൾ തിരിച്ച് കൊടുത്തിട്ട് അടുത്ത പെയിൻറ്റ് അടിച്ചിട്ട് നമ്മൾ ഇത് ഗ്ലോസി പെയിൻറ്റാണ് നമ്മൾ അടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടത്തെ പെയിൻറ്റ് നമ്മൾ വൈറ്റ് പെയിൻറ്റ് അടിച്ച ലെവലില്ല, അവിടെ വരെയാണ് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈറ്റ് പെയിൻറ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡ് പെയിൻറ്റാണ് നമ്മൾ അടിക്കാൻ പോണത്. പെയിൻറ്റ് നമ്മൾ ഫുള്ളും പഴയ പെയിൻറ്റ് നമ്മൾ ഉരച്ച് കളഞ്ഞിട്ടില്ല. അതിൽ അത് നല്ല പെയിൻ്റ് ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ കുറച്ച് പെയിൻറ്റ് മാത്രം കുറച്ച് കട്ട കുത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പേപ്പർ വെച്ചിട്ട് ഉരതിട്ടാണ് നമ്മൾ ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ നമ്മൾ പെയിൻ്റ് അടിക്കണത്. അപ്പോൾ നമ്മളങ്ങനെ ബ്ലാക്ക് പെയിൻറ്റ് നമ്മളങ്ങനെ ഫുള്ള് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ ഗിയറിൻ്റെ ഷിഫ്റ്ററാണ് നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോണത്. ഈ ഷിഫ്റ്റർ കാര്യങ്ങളൊന്നുമില്ല, പഴയ സൈക്കിളിൽ ഉണ്ടായത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ നോക്കി വർക്കിംഗ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈക്കിളിൻ്റെ ബ്രേക്കിൻ്റെ സെറ്റാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. അതൊക്കെ നല്ല സാധനം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഷിഫ്റ്റർ അടിച്ച് മാറ്റ് ബ്ലാക്ക് ആയിരുന്നു കിട്ടിയത്. നമ്മൾ ഗ്ലോസി തന്നെയാണ് നമ്മൾ അടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈക്കിളിൻ്റെ റിമ്മിലാണ് നമ്മൾ അടിക്കുന്നത്. ഫ്രീ വീല് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഫ്രീ വീല് കുറച്ച് തുരുമ്പ് അടിച്ചല്ല, അത് ആ തുരുമ്പിൻ്റെ കളർ പോലെ ആയതാണ്. അപ്പോൾ നമ്മൾ അതിൽ ബ്ലാക്ക് പെയിൻ്റ് അടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിമ്മാണ് പെയിൻ്റ് അടിക്കാൻ പോണത്. റിമ്മൊക്കെ വരുന്നത് അലോയ് റിമ്മാണ് വരുന്നത്. വണ്ടിക്ക് വെയിറ്റും പറ്റ കുറവായിരിക്കും. 29 ടയർ സൈസ് വരുന്നത്. ഇതിൻ്റെ സൈക്കിളിൻ്റെ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് റിവ്യൂ വീഡിയോ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ സൈക്കിളിൻ്റെ റേറ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മൾ OLX ഇടുന്നതാണ്. OLX ID നമ്മൾ കാണിച്ചു തരാം. പിന്നെ ഈ സൈക്കിൾ വേണ്ടവർ ഞാൻ എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിൽ മെസ്സേജ് അയച്ചാൽ മതി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ, റേറ്റ് കാര്യങ്ങളൊക്കെ. ഇനി നമ്മളെ സൈക്കിളിൻ്റെ ഹാൻഡിൽ ബാറാണ് നമുക്ക് പെയിൻ്റ് അടിക്കാനുള്ളത്. ഇതിൽ ആദ്യം ഉണ്ടായത് ഒരു മഞ്ഞ കളർ പെയിൻ്റ് ആയിരുന്നു അടിച്ചു വെച്ചിട്ടുണ്ടായത്. അത് നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി ഉരച്ച് കളഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ബ്ലാക്ക് പെയിൻ്റ് അടിക്കാൻ പോവാണ്. ഇനി അടുത്ത പണി ഒരു റെഡ് പെയിൻ്റാണ് നമുക്ക് അടിക്കാനുള്ളത്. റെഡും ബ്ലാക്കാണ് നമ്മളെ കോമ്പിനേഷൻ വരുന്നത്. ഫുള്ളും ബ്ലാക്കാക്കാൻ നിന്ന് പിന്നെ ഫുള്ളും ബ്ലാക്ക് വേണ്ട വെച്ചിട്ടാണ് നമ്മൾ ബ്ലാക്കും റെഡ് ആയിട്ടാണ് നമ്മൾ ആക്കണത്. പണ്ട് വൈറ്റിൻ്റെ മേലെ റെഡ് അടിക്കുമ്പോൾ അതിന് കുറച്ച് എടുത്ത് കാണുന്നുണ്ട് കളറ്. മറ്റേ ബ്ലാക്കിൽ റെഡ് അടിക്കുകയാണെങ്കിൽ കറക്റ്റ് റെഡ് കളർ കിട്ടൂല, ഒരു ഡാർക്ക് കളർ പോലെ ആവും. ഇതിപ്പോൾ നല്ലൊരു കളർ കിട്ടുന്നുണ്ട്. സ്പ്രേ പെയിൻ്റ് അടിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നമ്മൾ പൈസ കുറവ് പറഞ്ഞിട്ട് നമ്മൾ ഇത് ബ്രഷിൽ സാധാ പെയിൻറ്റ് വാങ്ങിയിട്ട് ബ്രഷിലടിക്കും. അത് പറയണത് നമ്മൾ ബ്രഷിൻ്റെ ഇതായി കൊണ്ട് ശരിക്കും അടിച്ചില്ലെങ്കിൽ വര വരും. അതിനെക്കാട്ടും നല്ലത് നമ്മൾ ഈ പെയിൻറ്റ് തന്നെ, ഈ സ്പ്രേ പെയിൻ്റാണ് നല്ലത്. നമുക്ക് നല്ല കറക്റ്റ് അടിക്കാം. അങ്ങനെ എല്ലാ ഭാഗവും നമ്മളങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പാർട്ട് വീഡിയോ കാണാത്തവർ കാണുക. നമ്മൾ ഫുള്ള് സൈക്കിൾ കാണിച്ചു തന്നിട്ട് ഫുള്ള് അയക്കണ ഭാഗങ്ങളൊക്കെയാണ് പാർട്ട് 1 ഇതിലിപ്പോൾ ഇതിൻ്റെ പാർട്ട് 4 വരെയായിട്ട് നമ്മൾ വരുന്നുണ്ട്.
അടുത്ത നമ്മൾ ഫോർക്കിലാണ് നമ്മൾ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ട വൈറ്റ് പെയിൻറ്റിൽ റെഡ് പെയിൻറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു കളർ നല്ല മനസ്സിലാവുന്നുണ്ട്. നല്ല വൃത്തിയുണ്ട് റെഡ് കളർ അടിക്കുമ്പോൾ. ഫോർക്കിൻ്റെ മേലെ ഭാഗത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മേലേക്ക് പിന്നെ റെഡ് അടിക്കണ്ട. അപ്പം നമ്മൾ ഫ്രെയിമിലല്ല പെയിൻറ്റ് വർക്കിംഗ് ഒക്കെ എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലിനി വരാനുള്ളത് മറ്റൊരു ഇരുമ്പിലൊക്കെ അടിക്കുന്ന പോളിഷ് പോലത്തെ ഒരു കോട്ടിങ് ഉണ്ട് സ്പ്രേ പെയിൻറ്റിൻ്റെ. അതും കൂടി അടിച്ചാൽ നല്ല വൃത്തിയാവും, നല്ല തിളങ്ങി കാണും. ഇതാണ് അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് വർക്ക് എല്ലാം നമ്മളങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സെറ്റായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പെയിൻറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. റെഡും ബ്ലാക്കുമാണ് നല്ല വൃത്തിയായിട്ട് കാണുന്നത്. പെറ്റൽ കാര്യങ്ങളെല്ലാം നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഷിഫ്റ്റർ ഗിയറിൻ്റെ സാധനങ്ങൾ ഫുള്ളും അതിൽ നാശമായ സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് മാറ്റിയിട്ട് പുതിയ സാധനം നമ്മൾ ഗിയറിൻ്റെ ഒരു ഷിഫ്റ്റർ സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പാർട്ട് 3 വരുന്നതായിരിക്കും.